ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ലൊരു സമയത്തിനായി വീണ്ടും ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ബാല്യകാലം ഒന്ന് ഓർത്തെ. നമുക്ക് ഭയങ്കര പേടിയായിരുന്നു എല്ലാവരെയും, മാതാപിതാക്കളെ, അധ്യാപകരെ, നാട്ടുകാരെ, നമ്മുടെ പ്രായം കൂടിയ ആളുകളെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. എന്നാൽ ഇന്നത്തെ തലമുറയിലേക്ക് നമ്മൾ നോക്കുമ്പം ഒട്ടും പേടിയില്ലാത്ത ഒരു കൂട്ടം ആളുകളുടെ നടുവിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അങ്ങനെ ഭയമില്ലാതെ ജീവിക്കുന്ന ഒരു തലമുറയുടെ നടുവിൽ നമ്മളും ജീവിക്കുമ്പോൾ നമുക്ക് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തോടും നമുക്ക് ഭയമില്ലാതായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് പലപ്പോഴും ആത്മീയ ലോകത്തും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹത്തിലും നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ഇന്ന് ആർക്കും ഭയവുമില്ല, ഭക്തിയുമില്ല. ഭക്തി പോട്ടെ, ദൈവം നമ്മെ സൃഷ്ടിച്ചതാണെന്നുള്ള പൂർണ്ണ ഉത്തരവാദിത്വവും പൂർണ്ണ ബോധ്യവും നമുക്കുള്ളപ്പോൾ ആ സൃഷ്ടിതാവിനെ നാം മറന്നു പോകരുത്. ആ സൃഷ്ടിതാവിനെ ഭയപ്പെട്ട് വേണം നമ്മുടെ ഓരോ ഇടപാടുകളും. എന്നാൽ ഇന്ന് നാം കാണുന്നത് ആരെയും ഭയമില്ല, അതുപോലെ തന്നെ ദൈവത്തെയും ഭയമില്ല. ദൈവം ഇതൊന്നും അറിയുന്നില്ലെന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചിന്ത. നമ്മുടെ ഓരോരുത്തരുടെയും നല്ല പ്രവർത്തികളൊക്കെ ചെയ്തു കൂട്ടുമ്പോഴേ നമ്മൾ ചിന്തിക്കുന്നത് ദൈവം ഇതൊന്നും കാണുന്നില്ലെന്നാണ്. പക്ഷേ ദൈവവചനം ഒരു കാര്യം പറയുന്നുണ്ട്: ദൈവം ഇല്ല എന്നും കാണുന്നില്ലെന്നും മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്നാണ് പറയുന്നത്. അവൻ വഷളനായി നടക്കുന്നു. എന്നാൽ ആത്മീയ ലോകത്തും നമ്മളും വ്യക്തിപരമായ ആത്മീയ ജീവിതം നയിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം: ഞാനും നിങ്ങളും വഷളത്വം നിറഞ്ഞ ഈ ലോകത്ത് വഷളായി ജീവിക്കാനല്ല, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവം എല്ലാം അറിയുന്നു, കാണുന്നു എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരു നല്ല ദിവസം ദൈവം ദാനമായിട്ട് തരുമ്പോൾ സകലത്തെയും ആരെയും ഭയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാതെ, ആരും കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാതെ, ദൈവം എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, നമ്മെ സൃഷ്ടിച്ചവൻ, നമ്മെ മെനഞ്ഞവൻ, നമ്മുടെ ഉള്ള് നല്ലതുപോലെ അറിയുന്ന ദൈവം, ആ ദൈവത്തെ ഭയപ്പെടാം, ആ ദൈവത്തിന് വേണ്ടി ജീവിക്കാം. അനുഗ്രഹീതമായ ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.